എടി അച്ചു, നിന്നോട് ഞാൻ എപ്പോഴാണ് വരാൻ പറഞ്ഞേ? 9 മണിക്ക്. എന്നിട്ട് ഇപ്പം സമയം എത്രയാ? ജസ്റ്റ് 9:45. അയ്യട്ടാ, മോൾക്ക് അറിയാമായിരുന്നു അപ്പം സമയമൊക്കെ. എന്നിട്ട് എന്ത് ഇത്ര വൈകിയേ? അത് പിന്നെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ വരാനാ? ബസ് അവിടെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടിട്ട് എപ്പോഴും എടുത്തേന്നറിയൂ. അല്ലാതെ എൻ്റെ കൊച്ചു കിടന്ന് ഉറങ്ങിയതല്ല. എന്താ അറിയില്ല, രാവിലെ എണീക്കുമ്പോൾ കട്ടിൽ നല്ല പതുപതുത്തിരിക്കും. ആ കട്ടിൽ ആരാണ് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കാത്തത്? ഓവേ, അത് ഞാൻ കട്ടിൻ്റെ പൊക്കത്തോട്ട് വെച്ചോ? നിതു ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഇനി ഒന്നും കൂടി വൈകൂട്ടെ. അവർ വെയിറ്റ് ചെയ്ത് വെക്കുവോ? പാപ്പോ നടക്ക്. ചേച്ചി അഡ്രസ് ഒന്ന് പറഞ്ഞു തരൂ. ചേച്ചിന്നോ? ചേച്ചി ആരാടോ എന്റെ ചേച്ചി? ചുമ്മാ ആവശ്യമില്ലാണ്ട് ഓരോന്ന് വന്ന് വിളിക്കരുത്. എന്നെക്കാളും മുതുക്കൻ എന്നിട്ട് എന്റെ ചേച്ചിന്ന്. അച്ചു വന്ന് ബാപ്പോ കയ്യിന്ന് വിടുന്നിതു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്റെ മുന്നിൽ തന്നെ കണ്ടുപോയത് എന്റെ ഒരു ചേച്ചി. ശരി. നിനക്ക് എന്താടി പുള്ളി അങ്ങനെ വിളിച്ചു എന്ന് വെച്ച്? പിന്നെ എനിക്ക് പുള്ളിനെക്കാളും പ്രായം കുറവാ, എന്നിട്ട് വിളിച്ചു കേട്ടില്ലേ ചേച്ചിന്ന്? മുതുകൻ അല്ലേ, അവളാരെന്നെ മുതുക്കെന്ന് വിളിക്കാൻ? ഞാൻ കുറച്ച് ബഹുമാനത്തിൽ സംസാരിക്കാൻ നടത്തിട്ടാണ് അവളെ പോയി ആദ്യം ചേച്ചിന്ന് വിളിച്ചത്. അപ്പത്തേക്ക് അവളൊന്ന് തലക്കറിയുന്ന നേരക്കണം. അവളെ ചേച്ചിന്നല്ലായിരുന്നു വിളിക്കണ്ടേ, ആന്റിന്നായിരുന്നു വിളിക്കണ്ടേ. എന്നിട്ട് വിളിച്ചുകൂടായിരുന്നോ? അതെങ്ങനെയാണോ ശരിയാവുന്നത്? അവളൊരു പെണ്ണല്ലേ. ഞാൻ ചുമ്മാ എന്നെ പോട്ടെ ഞാൻ കരുത്. ഞാൻ അരമണിക്കൂറായി തന്നെ പിന്നെ കേട്ടോണ്ടിരിക്കണത്. നിനക്ക് ഒന്നോട്ട് പറയാൻ പറ്റൂല, എന്നിട്ട് എന്റെ അടുത്ത് വന്നിരുന്ന ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടാ, ഞാനിതൊക്കെ നിന്റെ അടുത്ത് അല്ലാണ്ട് വേറെ ആരെടുത്താ പോയി പറയാ? പിന്നെ അവളെ പോയി ചീത്ത വിളിക്കാൻ നടത്തുള്ളൊരു പെണ്ണല്ലേ. എന്റെ കർത്താവ് എന്നെ എടുത്തു. ഇനി എങ്ങനെ നീ വാ തുറന്ന പന്നിപ്പടക്കോട്ട് പൊട്ടിക്കും ഞാൻ. എടാ നീ എന്തുവാ പറയണ? ഞാനൊന്ന് പറയേക്ക് വാ അടക്കടാ. ഓ ഗോഡ്, ഇതവളല്ലേ? അയ്യോ, എന്റെ തിരുമ്മ രക്ഷയിടേ. നീ എന്തിനാ ഓടണേ? അത് ശരി, നീ ഓടിയുണ്ടല്ലേ ഞാൻ ഓടിയേ.